സഹോദരങ്ങളെ, അങ്ങനെ പിന്നെ കമ്മികളുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ജയരാജൻ കഴിഞ്ഞ ദിവസം ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. അദ്ദേഹം നടത്തിയ പ്രഖ്യാപനം കിണറേഷ് കുമാറിനെ കഴിഞ്ഞ 6 വർഷമായിട്ട് CPM-ആയിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ CPM-ന്റെ ജില്ലാ കമ്മിറ്റിയിലേക്ക് ഒരുപക്ഷെ ക്ഷണിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് സൂചനകൾ വരുന്നത്. ഞാൻ പറയുന്നത് ഇവിടെ ഈ 5 വർഷമായി ഒരു പാർട്ടിയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന ഒരാൾ എന്ത് സ്വതന്ത്ര മാധ്യമ പ്രവർത്തനമാണ് നടത്തിയത്? എത്ര നിഷ്പക്ഷമായ മാധ്യമ പ്രവർത്തനം അങ്ങനെ ഒരാൾക്ക് നടത്താൻ കഴിയും? കിണറേഷ് കുമാർ സ്വന്തം തന്നേനെ തള്ളിപ്പറഞ്ഞിട്ടാണ് പോയിട്ടുള്ളത്. MP രാഘവന്റെ കുറെ വീഡിയോസിന്റെ അടുത്തുണ്ട്. ഞാനതിൽ നിങ്ങളെ കേൾപ്പിച്ചു തരാം. സ്വന്തം തന്തയെ കൊല്ലാൻ വന്ന ആൾക്കാരെ, സ്വന്തം വീടിന് തീയിടാൻ വന്ന ആൾക്കാരെ അധികാര മോഹത്തിന് വേണ്ടിയിട്ടെങ്കിൽ ചേർത്ത് പഠിക്കുന്ന സ്വഭാവമാണ് ഈ കിണറേഷ് കുമാർ കാണിച്ചിട്ടുള്ളത്. കിണറേഷ് കുമാറിന്റെയും അവരിപ്പോ ഈ തടിക്കച്ചവടക്കാരുടെ ചാനലിൽ പോയിട്ടുണ്ടായിട്ടുള്ള ചർച്ചകൾ, എഡിറ്റോറിയൽ ബോർഡ് ഡിസ്കഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് വരുമ്പം കിണറേഷ് ആണെങ്കിലും സുജയാണെങ്കിലും അതിൽ ഉണ്ണി ബാലകൃഷ്ണൻ മാത്രമാണ് ഒരു കുറച്ച് മര്യാദയിൽ സംസാരിക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ അവനവരുടെ ഭാഗം അഭിനയിക്കുക. ഇപ്പൊ നമ്മള് സിനിമയിൽ ഓരോരുത്തർക്കും ഓരോ റോൾ കൊടുക്കുമല്ലോ. മാമുക്കോയ്ക്ക് ഭാഗമാണ് അഭിനയിക്കേണ്ടത്. അല്ലെങ്കിൽ സിനിമയ്ക്കകത്ത് തേന്മാവൻ കൊമ്പത്ത് സിനിമ എടുക്കുക. ഒരു ഉദാഹരണത്തിന് തേന്മാവൻ കൊമ്പത്ത് സിനിമയ്ക്കകത്ത് നമ്മളെ ശ്രീനിവാസന്റെ കഥാപാത്രം ശ്രീനിവാസൻ തന്നെ എഴുതിയിട്ടുള്ള സ്ക്രിപ്റ്റാണ്. ശ്രീനിവാസന്റെ പ്രിയദർശന്റെ സിനിമയാണ്. ശ്രീനിവാസൻ അതിനകത്ത് ഈ അപ്പക്കാള എന്നുള്ള പേര് പോലും ശ്രീനിവാസൻ ഇടുന്നതാണ്. ആ കഥാപാത്രം അദ്ദേഹം ചോദിച്ചു മേടിച്ചിട്ട് അഭിനയിച്ചിട്ടുള്ള. അപ്പൊ അദ്ദേഹം അപ്പക്കാളയാവുന്നു. മാണിക്യായിട്ട് മോഹൻലാൽ വരുന്നു. ശോഭന വേറെ എന്തോ കഥാപാത്രമായിട്ട് വരുന്നു. അല്ല, മാണിക്യായിട്ട് ശോഭനയാണോ? ഇത് തെറ്റുപറ്റിയെങ്കിൽ ക്ഷമിക്കുക. ഇത് വരുന്ന സ്ക്രിപ്റ്റുകളാണ്. ഇവരുടെ എഡിറ്റോറിയൽ ബോർഡ് മീറ്റിംഗ് എന്ന് പറയുന്ന സ്ക്രിപ്റ്റ്. ഇന്ന് മാധ്യമരംഗത്തെ ഏറ്റവും കൂടുതൽ മനുഷ്യരെ പറ്റിക്കുന്ന ഒരു സാധനം എന്ന് പറയുന്നത് ഈ മരം കച്ചവടക്കാരുടെ പരിപാടിയാണ്. തടിക്കച്ചവടക്കാരുടെ പരിപാടി. കുറച്ച് അച്ചായന്മാരുണ്ടല്ലോ, ചേട്ടനും അനിയനും എല്ലാം. അവരും എഡിറ്റോറിയൽ യോഗത്തിനകത്ത് അവരും പങ്കെടുക്കും. അതാ രസം. സാധാരണഗതിയിൽ ഈ ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാര് അവർക്ക് ഈ മീഡിയ സ്കില്ലൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അതിൽ അവർ വരില്ല. ഇവർക്കെന്ന് വെച്ചാൽ ഇവർക്ക് ഫ്രെയിമിലും വരണം. ഈ എല്ലാ അഗസ്റ്റിന്മാരും അതിനകത്ത് കുത്തിരിക്കും. കാരണം എന്നിട്ട് അവന്മാരെ ഫോട്ടോയും കൂടി കാണിക്കണം. അത് പോട്ടെ, അതിപ്പോ അവരുടെ പേഴ്സണൽ കാര്യം, അവരെ പൈസയാണല്ലോ. നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലോ. അവരെ പൈസ എന്ന് പറഞ്ഞാൽ അവരെ പൈസ ഒന്നുമില്ല, നാട്ടുകാരെ പറ്റിച്ചുണ്ടാക്കിയിട്ടുള്ള പൈസയാണെന്നുള്ളതാണ് ആക്ഷേപമുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത്, പിണറായി വിജയൻ ഏകദേശം 2007, 2008 കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു ഉന്നയിച്ചത് കേരളത്തിൽ മീഡിയ സിൻഡിക്കേറ്റ് ഉണ്ട്, മാധ്യമ സിൻഡിക്കേറ്റ് ഉണ്ട്. ഈ മാധ്യമ സിൻഡിക്കേറ്റ് ആരാണെന്നുള്ളത് ഇപ്പം നമ്മൾ അറിയണത്. മാധ്യമ സിൻഡിക്കേറ്റ് ആരാണെന്നുള്ളത് നമ്മൾ 2016 തൊട്ടാണ് നമ്മൾ തിരിച്ചറിഞ്ഞു കൊടുക്കുന്നത്. മാധ്യമ സിൻഡിക്കേറ്റ് ഉണ്ടായിട്ട് ഈ മാധ്യമ സിൻഡിക്കേറ്റിന്റെ ഭാഗമായി ഏതെങ്കിലും പാർട്ടിയുടെ ലീഡർഷിപ്പിലേക്ക് പോയ ആൾക്കാരുണ്ടോ വെച്ച് കഴിഞ്ഞാൽ അത് 2 ഉള്ളൂ. ഒന്ന് വീണയാ. വീണ 2016 ആറന്മുളയിൽ സ്ഥാനാർത്ഥിയാവുന്നു. കിണറേഷ് കുമാർ 2016 ഇവിടെ അഴീക്കോട് സ്ഥാനാർത്ഥിയാവുന്നു. KM ഷാജിയെ തോപ്പിക്കാൻ വേണ്ടിട്ട് പോയതാ. SDPയുടെ പിന്തുണയോട് കൂടിയിട്ട് പോയതാ. കാരണം KM ഷാജിയെ തോപ്പിക്കാന്നുള്ള SDPയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെ ഒക്കെ വലിയ ആഗ്രഹമായിരുന്നു. അങ്ങനെ പോയതാ. പോയി മൂപ്പര് കിണറിലൊക്കെ ഇറക്കിയിട്ട് വെള്ളമൊക്കെ പരിശോധിച്ചു. അതുകൊണ്ട് ഒരു കാര്യം നാട്ടുകാർക്ക് മനസ്സിലാക്കാറെന്ന് വെച്ചാൽ കിണർ ക്ലീൻ ചെയ്യാനൊക്കെ വേണമെങ്കിൽ വിളിക്കാന്നുള്ളത്. നാട്ടുകാർ തോപ്പിച്ചു. കഴിഞ്ഞ അവിടെ സുമേഷ് ജയിച്ചു. സുമേഷ് നല്ല ചെറുപ്പക്കാരനാണ്. എനിക്ക് സുമേഷിനെ വേറെ രീതിയിൽ വ്യക്തിപരമായിട്ട് ബന്ധമുണ്ട്. KV സുമേഷ് പഴയ SFയുടെ സംസ്ഥാന പ്രസിഡന്റൊക്കെയാണ്. വന്നത് വീണ എന്ന ആറന്മുളയിൽ ജയിച്ചു. വീണ 2021 മന്ത്രിയാവണം. അപ്പൊ ആരാ മീഡിയ സിൻഡിക്കേറ്റ് കൊണ്ടുവന്ന്? കാരണഭൂതം പറഞ്ഞത് മീഡിയ സിൻഡിക്കേറ്റ് കേരളത്തിലുണ്ടെന്നാണ് പറഞ്ഞത്. ആ മീഡിയ സിൻഡിക്കേറ്റ് എന്ന് പറയുമ്പം ഒരു ഗൂഢാലോചന ഗ്രൂപ്പ് ഉണ്ട്. അവരൊരു പ്രത്യേക പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള വർക്ക് നടത്തുന്നു എന്നുള്ളതാണ്. അപ്പൊ ആരാണ് കേരളത്തിൽ മീഡിയ സിൻഡിക്കേറ്റ് നടത്തിയിട്ടുള്ളത്? കോൺഗ്രസ് അല്ല, മുസ്ലിം ലീഗ് അല്ല, BJP അല്ല, കേരള കോൺഗ്രസ്സുകാർക്കൊന്നും അതിനുള്ള ആവതില്ലല്ലോ. അപ്പൊ ഈ മീഡിയ സിൻഡിക്കേറ്റ് എന്ന് പറയുന്ന സാധനം CPM-ന്റെ സാധനമായിരുന്നു. ഇവരാണ് ആ രഹസ്യമായിട്ടുള്ള ബന്ധങ്ങൾ വെക്കുകയും വാർത്തകൾ ആ രീതിയിൽ ഫ്രെയിം ചെയ്യുകയും ചെയ്തെന്നുള്ളത് ബോധ്യപ്പെട്ടില്ലേ? ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞല്ലോ, തോറ്റ ജയരാജൻ പറഞ്ഞത്
6 വർഷമായി അദ്ദേഹം പാർട്ടിയുമായി നല്ല ബന്ധത്തിലാണ്. അദ്ദേഹത്തിന് പാർട്ടി പിന്നെ അനുചിതമായ പരിഗണന നൽകും എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു സുപ്രഭാതത്തിൽ ഈ ഏർപ്പാട് നടത്തിപ്പെട്ട് കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരന് പാർട്ടിക്ക് ചെല്ലണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം ഗ്രൂപ്പ് കമ്മിറ്റിയിൽ പണിയെടുക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഗ്രൂപ്പ് കമ്മിറ്റിയിൽ നിന്ന് പിന്നെ മറ്റേ കാൻഡിഡേറ്റ് മെമ്പർഷിപ്പിൽ വരണം. അത് കഴിഞ്ഞിട്ട് കാൻഡിഡേറ്റ് മെമ്പർഷിപ്പിൽ നിന്ന് പാർട്ടി മെമ്പർഷിപ്പിൽ വരണം. അത് കഴിഞ്ഞിട്ട് ലോക്കൽ കമ്മിറ്റിയിൽ വരണം. അപ്പൊ ഇവർക്കൊരു തേങ്ങയും വേണ്ട. ഇങ്ങനെ അല്ലാതെ ഇവർ കൊണ്ടുവന്ന കുറെ ആൾക്കാരുണ്ട്. ഇപ്പോ ഈ ഷൊർണൂരെ എം ആർ മുരളി CPM-നോട് വിഘടിച്ചു പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കി അത്രയും പോയിട്ടുള്ള എം ആർ മുരളിയെ ഒരു സമയത്ത് കാരണഭൂതന് ചേർത്ത് പിടിക്കാൻ തോന്നി. എം ആർ മുരളിയെ നേരിട്ട് CPM-ന്റെ ജില്ലാ കമ്മിറ്റിക്ക് എടുക്കുക. അപ്പൊ ഈ പാർട്ടി പ്രോട്ടോകോൾ ഒന്നുമില്ല. പാർട്ടിയിൽ നിന്ന് പുറത്തുപോയി വിഘടിച്ചു പോയി പാർട്ടിക്കെതിരെ ഫൈറ്റ് ചെയ്തിട്ടുള്ള ആളെ തിരിച്ചു കൊണ്ടുവരിക എം ആർ മുരളീനെ. അതുമല്ല, എം ആർ മുരളി തിരിച്ചു പോയതിന്റെ കാരണം എന്താ വെച്ചാൽ എം ആർ മുരളി പിന്നെ UDF-ന്റെ അടുത്ത് നിയമസഭാ സീറ്റ് ചോദിച്ചപ്പോൾ അത് കിട്ടിയിട്ടില്ല. അങ്ങനെയാണ് ഇയാള് പിന്നെ ഈ നട്ടല് പിന്നെ വളച്ച് ഇവരെ മുമ്പിൽ സാഷ്ടാംഗം പിന്നെ നമസ്കരിച്ച് കീഴടങ്ങാൻ തീരുമാനിക്കുന്നത്. ആ കീഴടങ്ങാൻ തീരുമാനിക്കുമ്പോൾ ഇവരും സൗകര്യമായിട്ടെടുത്ത് ഇവർ നേരെ DC-യിലേക്ക് എടുക്കുക, പാർട്ടി DC-യിലേക്ക്. എന്ത് പ്രോട്ടോക്കോളാ CPM-ന്? എന്ത് സംഘടന ഉണ്ടെന്നാ പറയുന്നത്? ഞാനതുകൊണ്ട് പറഞ്ഞേ, ഈ കാരണഭൂതൻ സംസ്ഥാന സെക്രട്ടറി ആയ അന്ന് തൊട്ട് ഈ CPM എന്ന് പറയുന്ന പാർട്ടിക്ക് ഒരു പിന്നെ സംഘടനാപരമായിട്ടുള്ള ക്വാളിറ്റി ഇല്ലാതെ പോണത്. പിന്നെ ഈ മീഡിയ സിൻഡിക്കേറ്റ് ഒന്നും ഇനി പറയരുത്. വീണേനെ ഇവർ 2016 കൊണ്ടുവന്നു, മത്സരിപ്പിച്ചു, വിജയിപ്പിച്ചു. 2021 വിജയിപ്പിച്ചു, എന്നിട്ട് മന്ത്രിയാക്കി. കിണറേഷ് കുമാറിനെ 2016 കൊണ്ടുവന്നു, മത്സരിപ്പിച്ചു, തോറ്റുപോയി. കിണറ്റിലൊക്കെ ഇറങ്ങി വെള്ളമൊക്കെ പരിശോധിച്ച പിന്നെ ഉള്ള പരിപാടിയൊക്കെ നടത്തി. ഇനിയിപ്പോ കിണറേഷ് കുമാറിനെ വീണ്ടും കൊണ്ടുവരാൻ നിൽക്കുക. ഈ കിണറേഷ് കുമാർ ഇത്രയും കാലം നടത്തിയിട്ടുള്ള മാധ്യമ പ്രവർത്തനം എന്താ? അതാണ് ആലോചിക്കേണ്ടത്. അവിടെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഇത്രയും കാലം നിഷ്പക്ഷമായ ഒരു മാധ്യമപ്രവർത്തനം നടത്തിയത്. കാരണം അന്തർധാര സജീവമായിരുന്നു. അതിനനുസരിച്ചാണ് മാധ്യമപ്രവർത്തനം നടത്തിയിട്ടുള്ളത്. അവിടുന്ന് പറയുന്നതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ഇവിടെ പിന്നെ സംസാരിച്ചിട്ടുള്ളത്, തൊള്ളർന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് പിന്നെ അവനവന്റെ പിന്നെ തലച്ചോറും പിന്നെ ബുദ്ധിയും നാക്കും എല്ലാം പണയം വെച്ചിട്ട് നിന്നിട്ടുള്ള മാധ്യമപ്രവർത്തനമായിരുന്നു. അത് നിഷ്പക്ഷ മാധ്യമപ്രവർത്തനമാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? കേരളത്തിൽ നിഷ്പക്ഷ മാധ്യമപ്രവർത്തനം നടത്തുന്ന ഒരുപാട് പേരുണ്ട്. ഇല്ല എന്നുള്ള ഈ പറയുന്നത് എനിക്കില്ല. എനിക്കറിയാവുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. പക്ഷെ ഇവരത് നിഷ്പക്ഷ മാധ്യമപ്രവർത്തനമാണെന്ന് പറയാൻ പറ്റില്ല. പിന്നെ എന്റെ മാധ്യമപ്രവർത്തനത്തെ കുറിച്ച് ചോദിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അതിനുള്ള മറുപടി ഞാൻ പിന്നെ വേറൊരു വീഡിയോയിൽ ചെയ്യാം. കാരണം എപ്പോഴും എന്റെ വീഡിയോയ്ക്ക് ലെങ്ത് കൂടുന്നുണ്ടെന്നുള്ള അഭിപ്രായമുണ്ട്. അപ്പം കിണറേഷ് കുമാറിനെയും വീണേനെയും ഒക്കെ കൊണ്ടുവന്ന പോലെ ഷിനു രാജ് നിന്നെ പോലെ ഊളയല്ലല്ലോ, നിന്നെ പോലെ എന്നെ പോലെ ഊളയല്ല, അതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഊളയല്ലാത്തതുകൊണ്ടാണല്ലോ ഈ രണ്ട് തോളിൽ ഒരുമിച്ച് കാലിടാൻ പറ്റിയത്. അപ്പൊ ഷിനുരാജ് സാറും പിന്നെ രാജു ജോസഫും പോലെ ഊളയല്ലാത്തതുകൊണ്ടാണല്ലോ ഈ ഒരുമിച്ചുള്ള കച്ചവടം എല്ലാം നടത്തിയിട്ടുള്ളത്. നമ്മൾ ഊളകളായതുകൊണ്ടാണ് ഈ കച്ചവടം നടത്താൻ പറ്റാതെ പോയിട്ടുള്ളത്. നമുക്കിപ്പോ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരുമായിട്ടും കണക്ഷൻസ് ഇല്ലേ? ആർക്കെങ്കിലും വേണ്ടിയിട്ട് എന്തെങ്കിലും വാർത്ത ചെയ്തിട്ടുണ്ടോ? ഇപ്പൊ കെ സുരേന്ദ്രനെ പിന്നെ സ്ഥാനാർത്ഥിയായ സമയത്ത് അന്ന് രാത്രി തന്നെ ഞാനോട്ട് സംസാരിച്ചിട്ടുണ്ട്. രാത്രി 11:32 സംസാരിക്കുന്നത്, ഡൽഹിയിൽ നിന്നുള്ള പ്രഖ്യാപനം വന്നപ്പം. അതിനുമുമ്പ് സന്ദീപ് വരുന്ന കരുതിയിരുന്നത്. അങ്ങനെ പിന്നെ ഞാൻ എന്തെങ്കിലും പിന്നെ വഴിവിട്ട് ചെയ്തിട്ടുണ്ടോ? പുതുപ്പള്ളിയിലും തൃക്കാക്കരയിലൊക്കെ ഞാൻ എടുത്തിട്ടുള്ളതൊരു ഇമോഷണൽ തീരുമാനമാണ്. അല്ലാതെ അവരാരും എന്നോട് ഒരു പൈസ പോലും ഓഫർ ചെയ്തിട്ടുള്ളത്. ഏതെങ്കിലും രീതിയിലുള്ള സംഘടനാപരമായിട്ടുള്ള അവരുടെ എന്തെങ്കിലും പിന്നെ അക്കോമഡേറ്റ് ചെയ്യാന്നുള്ള വാക്കും പറഞ്ഞിട്ടല്ല. ഇവരാരും അങ്ങനെയല്ലേ ചെയ്തത്. സുരേന്ദ്രേട്ടൻ പറഞ്ഞിട്ടില്ല, പിന്നെ സന്ദീപ് പറഞ്ഞിട്ടില്ല, ചാണ്ടി ഉമ്മൻ പറഞ്ഞിട്ടില്ല, ഇവരാരും പറഞ്ഞിട്ടില്ല എന്നേ. ഷാഫി പറമ്പിൽ പറഞ്ഞിട്ടില്ല. ഫ്രീ ഓഫ് കോസ്റ്റിലാണ് ചെയ്തിട്ടുള്ളത്. നമ്മളെ അപ്പോഴത്തെ നമ്മളെ നേരിന്നറിയാം, നമ്മൾ തോന്നുന്നത് നമ്മളോട് പറയും. അപ്പൊ പിന്നെ ഷിനുരാജ് എന്ന് പറഞ്ഞ ആള് കമന്റ് ഇട്ടെങ്കിലും പിന്നെ നിന്നെ പോലെ ഊളയല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ പറയണത് നിന്നെ പോലെ എന്നെ പോലെ ഊളയല്ല എന്നുള്ളത് എനിക്ക് തിരിച്ചു പറയാനുള്ളത്. അത് പോട്ടെ, വിഷയമല്ല. നിങ്ങളെപ്പോലുള്ള ആൾക്കാരോട് പിന്നെ തർക്കിച്ചിരുന്നിട്ട് നേരം കളയാൻ എനിക്ക് താല്പര്യമില്ല. കാരണം പിന്നെ ഊളയാണോ ഇല്ലയോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. എന്തായാലും ഞാൻ പിന്നെ ഊളയല്ല, നീ ഊളയാണോ എന്ന് അറിയില്ല. അറിയാതെ എനിക്ക് ഇതിനോട് സംസാരിച്ച് നേരം കളയേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞു വന്നത് മീഡിയ സിൻഡിക്കേറ്റ് എന്നുള്ള ഒരു പ്രയോഗം നടത്തിയിട്ടുള്ളത് കാരണഭൂതനാണ്. അപ്പൊ മീഡിയ സിൻഡിക്കേറ്റ് ആരായിരുന്നു? മീഡിയ സിൻഡിക്കേറ്റ് എന്ന് പറയുന്നത് കേരളത്തിലുള്ളത് പ്രൂവ് ചെയ്യപ്പെട്ടത് 2 പേരാണ്. ഒന്ന് കിണറേഷും ഒന്ന് വീണയും.
വീണ MLA ആയി മന്ത്രിയായി ഗണേഷ് മത്സരിച്ച് തോറ്റു. ഇപ്പൊ വീണ്ടും പോവാണ് CPM-ന്റെ ജില്ലാ കമ്മിറ്റിക്ക്. ഏത് മുങ്ങാൻ പോണ കപ്പലിക്ക്. അതാ രസം. അതുമല്ല, ഓന്റെ വാപ്പാനെ പിന്നെ കൊല്ലാൻ നോക്കിയ ആൾക്കാരടുത്ത് അതും കൂടി ആലോചിച്ച് നോക്കണം. അപ്പൊ പിന്നെ ഇതൊന്നും പറയാന്ന് കരുതിയാണ് ഈ മീഡിയ സിൻഡിക്കേറ്റ് എന്നുള്ള പ്രയോഗം കാരണഭൂതം നടത്തിയെങ്കിൽ കാരണഭൂതന്റെ ടീമാണ് കേരളത്തിലെ മീഡിയ സിൻഡിക്കേറ്റ്. കേരളത്തിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും മാധ്യമപ്രവർത്തകരെ കാണിക്കാൻ പറ്റുമോ? ഇടയ്ക്ക് ഹർഷൻ പോകാൻ നോക്കിയെന്ന് കേട്ടു. പിന്നെ ഉടുമ്പൻചോലയിൽ MM മണിയെ മാറ്റുകയാണെങ്കിൽ ഹർഷൻ നിൽക്കുന്നുള്ളത്. അല്ല, അതേപോലെ തന്നെ നിഷ പുരുഷോത്തമൻ പോകാൻ നോക്കിയെന്ന് കേട്ടു. അതൊക്കെ പിന്നെ ചിലപ്പോൾ ഫാബ്രിക്കേറ്റഡ് ന്യൂസ് ആയിരിക്കും. അതിനെക്കുറിച്ച് നമ്മൾ അന്വേഷിച്ചാൽ അവരോട് രണ്ടവരോട് സംസാരിച്ചിട്ട് നോക്കിയ. അല്ലാതെ പിന്നെ നിലപാടുള്ള മാധ്യമപ്രവർത്തകര് അങ്ങനെ കൊണ്ടുപോയിട്ട് നട്ടല് പിന്നെ പണയം വെക്കൊന്നുമില്ലാന്നേ. ഇങ്ങനെ ഇപ്പൊ ഇത്രയും കാലം ഈ പിന്നെ ചാനലിലിരുന്ന് കുറച്ചുകൊണ്ടിരുന്നത് ആർക്കു വേണ്ടിയിട്ടായിരുന്നു? 6 വർഷമായിട്ട് പാർട്ടിയുടെ ബന്ധത്തിലാണെന്നാണല്ലോ ജയരാജൻ പറയുന്നത്. അപ്പൊ എന്തിനായിരുന്നു പറഞ്ഞത്? നിഷ്പക്ഷ മാധ്യമപ്രവർത്തനം. എന്റെ മാധ്യമപ്രവർത്തനം എന്റെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഞാനൊരു പ്ലാറ്റ്ഫോമിലല്ല നിൽക്കണേ. ഞാൻ എന്റെ ഒറ്റയ്ക്കിരുന്നുള്ള സ്ഥലത്താണ്. പിന്നെ ഞാൻ ചാനലിൽ ചെയ്യുമ്പോൾ കുറച്ച് മര്യാദ കാണിച്ചിട്ടേ ചെയ്യാറുള്ളൂ. അവിടെ ഞാൻ ഇതേമാതിരി പറയാറില്ല. ഞാൻ ഏത് ചാനലിന് വേണ്ടിയിട്ട് ചെയ്തു കൊടുത്താലും ഞാൻ കുറച്ച് പിന്നെ എന്താ പറയാ, അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുതെന്ന് നേരിട്ടിട്ട് ഞാൻ ശ്രദ്ധിച്ചാ പറയാ. എന്റെ പ്ലാറ്റ്ഫോമിൽ ഞാൻ പറയുമ്പോൾ എന്റെ അഭിപ്രായമാണ് പറയണേ. ഇവരെ പോലെ ഒരു ചാനൽ 4 കയറി ഇരുന്നിട്ട് പിന്നെ ഏതെങ്കിലും പാർട്ടിയെ ഗ്ലോറിഫൈ ചെയ്യോ ഏതെങ്കിലും പാർട്ടിയെ പിന്നെ ഇകഴ്ത്തി കാണിക്കുകയോ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പക്ഷപാതിത്വമാണ്, ഇംപാർഷ്യലാണ്. അത് നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനമല്ല. അത് ആദ്യം മനസ്സിലാക്കണം. നിങ്ങൾ ഈ പ്രേക്ഷകർ കേട്ടിരിക്കുന്നതിൽ കുറച്ച് പേർക്കെങ്കിലും ബുദ്ധി ഉണ്ടാവും ഞാൻ കരുതുന്നു. അവരുണ്ടെങ്കിൽ ചിന്തിക്കുക. കുറെ പേര് ചീത്ത പറയാൻ നിൽക്കുന്നവരുണ്ടാവും. ഇത് പിന്നെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. നിങ്ങളെ പറ്റിക്കുകയാണ് ഇവര്. ഇവരുടെ വിളമ്പി തരിക ഓരോന്ന് അവർക്ക് ഇഷ്ടമുള്ളത് ആ രീതിയിലാണ് തരിക. ശരി സുഹൃത്തുക്കളെ, ഗുഡ് നൈറ്റ് പറയുന്നില്ല. ചിലപ്പോൾ ഞാൻ വീണ്ടും വരും. ഓക്കെ.